എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞങ്ങൾ ലണ്ടനിൽ കണ്ട ഏതാനും കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. സോ വെൽക്കം യു ഓൾ ഗൈസ് ടു ദിസ് ന്യൂ വീഡിയോ. ഏകദേശം 12:30 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലേക്ക് എത്തി. നമ്മൾ ലീഗ്രേവിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇവിടെ നിന്നാണ് നമ്മുടെ കാഴ്ചകൾ തുടങ്ങുന്നത്, ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ നിന്ന്. അമ്മുവിൻ്റെ ഒരു ഗ്രാൻഡ് എൻട്രിയോട് കൂടി ഈ വീഡിയോ ആരംഭിക്കുകയാണ്. ഹെയ്സ് ഗാലറി ഇത് വിക്ടോറിയൻ വാസ്തുരീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. തേംസ് നദിയുടെ തീരത്തും അതുപോലെ ലണ്ടൻ ബ്രിഡ്ജിനും അടുത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പണ്ടൊരു തുറമുഖമായിരുന്നു. ഇതിൻ്റെ വലിയ ഗ്ലാസ് കൂരയ്ക്ക് പേര് കേട്ടതുമാണ്. അതുകൊണ്ട് ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണിത്. ദ നാവിഗേറ്റർ എന്ന ശില്പം ഇവിടെ ഉണ്ട്. 1987 ഡേവിഡ് കെംപ് ആണ് ഇത് പണിഞ്ഞത്. ഒരു ഫാൻറ്റസി അടിസ്ഥാനമാക്കിയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ പോകുന്ന സ്ഥലമാണ് ബോറോ മാർക്കറ്റ്. സാധാരണ ലണ്ടനിൽ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഞങ്ങൾ പോകാറുള്ള ഒരു സ്ഥലമാണ് ബോറോ മാർക്കറ്റ്. ലണ്ടനിലെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ ഭക്ഷണ വിപണിശാലയാണ് ബോറോ മാർക്കറ്റ്. 1000 വർഷത്തിലേറെ ചരിത്രമുണ്ട് ഇതിന്. AD 1014 നിലവിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു റെയിൽവേ പാലത്തിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ഹോളിവുഡ് മൂവീസിൽ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട്. ഹാരി പോട്ടർ പോലുള്ള സ്ഥലം. ലോകത്തിലെ എല്ലാ രീതിയിലുള്ള ഭക്ഷണവും ഇവിടെ ലഭ്യമാണ്. ബോറോ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഞങ്ങൾ വാങ്ങുന്ന ഒരു കേക്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് ബീനൻ സ്റ്റേഷ്. ഇതൊരു ജർമ്മൻ കേക്കാണ്. വളരെ ടേസ്റ്റിയാണ്. പപ്പയും അമ്മയും വന്നപ്പോൾ അവരുടെ ഒരു ഫേവററ്റ് കേക്ക് കൂടിയായിരുന്നു ഇത്. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ബോറോ മാർക്കറ്റിൻ്റെ മറ്റൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ നമ്മൾ ഒരു പ്രത്യേക ഒരു സ്പാനിഷ് ഡിഷ് കഴിക്കാൻ ആണ് നമ്മൾ അവിടെ പോകുന്നത്. അതിൻ്റെ പേരാണ് ബോംബെ പയേല. ബോറോ മാർക്കറ്റിൽ ഏറ്റവും പ്രശസ്തമായ വിഭവമാണ് ബോംബെ പയേല. ഇതൊരു സ്പാനിഷ് വിഭവമാണ്. വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. ഇത് ഒരു സ്പാനിഷ് പരമ്പരാഗത ഡിഷാണ്. ബോംബ എന്ന് അറിയപ്പെടുന്ന പ്രത്യേകനം അരിയിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത്. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ഒരു തരം അരിയാണിത്. ഒരു ഭീമാകാരമായ പാനിൽ 100 കണക്കിന് ആളുകൾക്ക് ഒരേ സമയം വിളമ്പാൻ പാകത്തിൽ ഈ ബോംബെ പയേല തയ്യാറാക്കുന്നത്. ഇതിൽ ചെമ്മീൻ, കണവ, കക്ക ഇറച്ചി ചേർക്കുന്നുണ്ട്. ഇത് ചൂടോടെ വേണം കഴിക്കാൻ. ബോംബെ പയേല കഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിരുന്ന ആ കേക്ക്, ജർമ്മൻ കേക്ക് കഴിച്ച് പറയാതിരിക്കാൻ വയ്യാലോ, ഒരു രക്ഷയുമില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. മധുരം കഴിച്ച് തലയ്ക്ക് മത്ത് പിടിച്ചു. അവസാനം ഞങ്ങൾ അങ്ങനെ ഒരു കാപ്പി കുടിക്കാം. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ബോറോ മാർക്കറ്റിന് യാത്ര പറഞ്ഞ് ഇനിയും ലണ്ടൻ ലൈറ്റ്സും വേറെ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ പോവുകയാണ് ഇവിടുന്ന്. അങ്ങനെ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വിൻ്റർ വണ്ടർലാൻഡ് കാണാൻ പോകുന്നു. ഹൈഡ് പാർക്ക് കോർണർ സ്റ്റേഷനിൽ നിന്നും ഒരു 15 മിനിറ്റ് വാക്കുണ്ട് വിൻ്റർ വണ്ടർലാൻഡിലേക്ക് എത്താൻ. ഈ പാർക്കിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ബക്കിംഗ്ഹാം പാലസ് സ്ഥിതി ചെയ്യുന്നത്. ലണ്ടൻ ഗ്രീൻ പാർക്കിലുള്ള RAF ബോംബർ കമാൻഡ് മെമ്മോറിയൽ സ്റ്റാച്യു ആണിത്. 2012 ആണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇത് ഒരു വെങ്കല ശില്പമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ച ധീരമായ വ്യോമസേനാംഗങ്ങളെ ആദരിക്കാനാണ് ഈ സ്മാരകം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആ കാണുന്നതാണ് വെല്ലിംഗ്ടൺ ആർച്ച്. ഒരു ചരിത്ര സ്മാരകമാണിത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിൻ്റെ സ്മാരകമാണ്. ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആർച്ച് ഓഫ് വെല്ലിംഗ്ടൺ.
സോ ലാസ്റ്റ് നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിലെത്തി. ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. ലണ്ടനിൽ ഹൈഡ് പാർക്കിൽ എല്ലാ വർഷവും ക്രിസ്മസ് കാലത്ത് നടക്കാറുള്ള ലോകപ്രശസ്തമായ ഉത്സവമാണ് വിൻ്റർ വണ്ടർലാൻഡ്. നവംബർ പകുതി മുതൽ ജാനുവരി ആദ്യ വാരം വരെയാണ് ഇത് നടത്തപ്പെടാറുള്ളത്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ കാണാൻ വരുന്നത്. ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണുള്ളത്. ഐസ് സ്കേറ്റിംഗ്, ജയന്റ് ഒബ്സർവേഷൻ വീൽ, 70 മീറ്റർ വരെ ഉയരമുള്ളത്, മാജിക്കൽ ഐസ് കിങ്ഡം, സാഹസിക റൈഡുകൾ, ഭക്ഷണം, ബിയർ ഗാർഡനുകൾ, അങ്ങനെ പലതും. ധാരാളം റൈഡുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ വലുതായിട്ട് സാഹസത്തിനൊന്നും പോയില്ല. ഞങ്ങൾ ജയന്റ് ഒബ്സർവേഷൻ വീലാണ് സെലക്ട് ചെയ്തത്. ഇതിന് ഏകദേശം 70 മീറ്റർ പൊക്കമുണ്ട്. നമ്മുടെ ലണ്ടൻ ഐയുടെ പൊക്കം വെച്ച് നോക്കുകയാണെങ്കിൽ ലണ്ടൻ ഐക്ക് ഏകദേശം 135 മീറ്റർ പൊക്കമാണുള്ളത്. ജയൻ്റ് വീലിൽ നമ്മൾ കറങ്ങാൻ തുടങ്ങി. ഈ ഒരു ക്യൂബിക്കിളിനകത്ത് 6 പേർക്കാണ് ഇരിക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ 70 മീറ്റർ പൊക്കമുള്ളത് കൊണ്ട് നമുക്ക് ഏകദേശം ഈ പാർക്കിന് ചുറ്റുവട്ടമുള്ള എല്ലാ സ്ഥലങ്ങളും വ്യക്തമായിട്ട് കാണാം. പകലാണെങ്കിൽ എനിക്ക് ഒന്ന് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി കാണാം. രശ്മിക്ക് പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും അവിടെ നല്ല മുറുക്കെ പിടിച്ചുകൊണ്ടാണ് രശ്മി ഇരിക്കുന്നത്. ഞാൻ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ചിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു ജയൻറ്റ് വീൽ കണ്ടതിന് ശേഷം അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ നമുക്കൊന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഞാനും രശ്മിയുടെ അങ്ങനെ യാത്രയായി. അതിൽ നിന്ന് തന്നെ അങ്ങനെ ഇങ്ങനെ ലൈറ്റ് ഷോസും വൻ ജനക്കൂട്ടമായിരുന്നു എപ്പോഴും അവിടെ. പക്ഷെ നല്ല രസമായിരുന്നു. ഇങ്ങനെ ലൈറ്റ് ഷോസും അതും ഇതുമെല്ലാം ഞങ്ങൾ കണ്ട് ആസ്വദിച്ച് നടന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ രശ്മി പറഞ്ഞൊരു കാപ്പി വേണമെന്ന്. സോ അത് വാങ്ങാനായിട്ട് അടുത്ത ഒരു കോഫി ഷോപ്പ് കൂടെ അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കോഫി വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ പാടുന്നത് പോലെ നമുക്ക് കേട്ടത്. അങ്ങനെ അതന്വേഷിച്ച് ഞങ്ങൾ പോയി. കുഞ്ഞു പിള്ളേർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് അത് നടത്തി കൊടുക്കണമെന്നാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് രശ്മി വഴി വെച്ച് കണ്ടപ്പോൾ ഈ കിഴങ്ങിൻ്റെ ചിപ്സ് വേണമെന്ന് പറഞ്ഞു. ആഗ്രഹം പോലെ തന്നെ ഞാനത് വാങ്ങിക്കൊടുത്ത്. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഈ ചിപ്സ് കൊണ്ടൊന്നും വയറ് നിറയില്ല. അതുകൊണ്ട് ഞാൻ നല്ലത് നോക്കി കഴിച്ചു. ഞാൻ അങ്ങനെ ഒരു സ്മോക്ക്ഡ് ബ്രിസ്ക്കറ്റ് അമേരിക്കൻ സ്റ്റൈലിൽ അത് വാങ്ങിക്കഴിച്ചു. വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, എന്നാലും വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാനത് കഴിച്ചു. അങ്ങനെ ഇവിടുത്തെ മറ്റു കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ സന്തോഷപൂർവ്വം നടന്നു. പല റൈഡുകളും കണ്ടു. നമുക്കതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഒന്നിലും കയറിയില്ല. ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റ് വളരെ ഫേമസ് ആണ്.
സോ ഹോട്ട് ചോക്ലേറ്റിൻ്റെ സ്റ്റോള് തപ്പിയാണ് ഇനി നമ്മുടെ നടപ്പ്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോട്ട് ചോക്ലേറ്റിൻ്റെ സ്റ്റോൾ നമ്മൾ ലാസ്റ്റ് കണ്ടെത്തി. വളരെ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഒരു ബെൽജിയൻ ഹോട്ട് ചോക്ലേറ്റാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയുമില്ല. ഇതാണ് വിൻ്റർ വണ്ടർലാൻഡിലെ ഐസ് സ്കേറ്റിംഗ്. നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അതിനും പോയില്ല. സോ ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മൾ വിൻ്റർ വണ്ടർലാൻഡിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇനി ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പോവുകയാണ്. നമ്മൾ ഇനിയും കാണാൻ പോകുന്നതാണ് ലോകപ്രശസ്തമായ ക്രിസ്മസ് ലൈറ്റ്സ്. ലണ്ടൻ ലൈറ്റ്സ് കാണുന്ന സ്ട്രീറ്റുകൾ അത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, റീജൻ സ്ട്രീറ്റ്, കാർണബി സ്ട്രീറ്റ് ആൻഡ് കോവന്റ് ഗാർഡൻ. ഈ 4 സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ ക്രിസ്മസ് ലൈറ്റ്സും കാണപ്പെടുന്നത്. ആലിയ ഭട്ട് പറഞ്ഞതുവഴി എല്ലാവർക്കും പരിചയപ്പെട്ട ഒരു ബേക്കറിയാണ് ലെറ്റോ ബേക്കറി. ഇവിടുത്തെ എന്തോ മിൽക്ക് കേക്ക് അവരുടെ ഫേവറേറ്റ് ആണ്. ലണ്ടൻ്റെ കാഴ്ചകൾ മുഴുവൻ കുറേ ഞങ്ങൾ നടന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ ബസ് കയറി കാണാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ബസ് കയറുന്ന സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലണ്ടൻ എത്ര പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാലും ഫുള്ള് കണ്ടു തീരാൻ പറ്റത്തില്ല. ഇന്ന് എല്ലാ സ്ട്രീറ്റ്സും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാലും നമുക്ക് പോകാൻ പറ്റില്ല. അത്രയും സ്ഥലം കവർ ചെയ്യാൻ ഇന്ന് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ബസ് സെലക്ട് ചെയ്യുന്നത്. ഇത് ലണ്ടൻ പിക്കാഡിലിയിലുള്ള മറ്റൊരു തെരുവ് കാഴ്ചയാണ്. ഇത് ആഫ്രിക്കൻ ആൾക്കാരാണ്. അവരുടെ ആഫ്രോ ബീറ്റ് ഡാൻസാണ് ഈ കാണുന്നത്. ലണ്ടൻ ലൈറ്റ്സ് കാണാൻ ഉള്ള നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ബസ്സിൽ കയറിയാണ് നമ്മളുടെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഇതാണ് ബിഗ് ബെൻ. ശരിക്കുമുള്ള പേര് എലിസബത്ത് ടവർ എന്നാണ്. 2012 ഈ നെയിം കൊടുത്തത്. ഏകദേശം 13.7 ടൺ വെയിറ്റ് ഉണ്ട് ഇതിലെ ബെല്ലിന്. 1889 ആദ്യമായി ഈ ബെല്ല് മുഴങ്ങിക്കേട്ടത്. അടുത്തതാണ് ലണ്ടൻ ഐ. തേംസ് നദിക്കരയിലാണ് ലോകപ്രശസ്തമായ ലണ്ടൻ ഐ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അത്ഭുതമാണ്. ഇതൊരു കാൻഡിലിവേർഡ് പ്രക്രിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇത് ഒരു വശത്ത് നിന്ന് മാത്രമാണ് താങ്ങി നിർത്തുന്നത്. 135 മീറ്റർ പൊക്കവുമുണ്ട്. 32 ക്യാപ്സൂളുകളാണ് ഉള്ളത്. ഓരോ ക്യാപ്സൂളിലും 33 പേരെ വരെ കയറ്റാൻ. 30 മിനിറ്റ് എടുക്കും കറങ്ങി വരാൻ. 40 കിലോമീറ്റർ ദൂരെ വരെ ഉള്ളത് കാണാൻ നമുക്ക് സാധിക്കും.
ലണ്ടൻ ഒരു അത്ഭുതമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾ ഈ കാണുന്ന തിരക്കും ഈ കാണുന്ന കെട്ടിടങ്ങളും ഇതെല്ലാം ഉള്ളപ്പോൾ 50 മുതൽ 60 അടി താഴ്ചയിൽ വലിയൊരു ട്രെയിനിൻ്റെ ശൃംഖല ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. അതാണ് ലണ്ടൻ. അങ്ങനെ ലണ്ടനിലെ ബസ് യാത്രയ്ക്കൊടുവിൽ നമ്മൾ ചൈന മാർക്കറ്റ് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാൻ. അങ്ങനെ നടന്ന് കുറച്ച് മടുത്തായിരുന്നു അവസാനം ഞങ്ങൾ അങ്ങനെ ചൈന മാർക്കറ്റിൻ്റെ ആ വാതിലിലെത്തി. ഇനി ഇവിടുന്ന് വേണം നമുക്ക് ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ. അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടെത്തി. അവിടെ ചെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമുള്ളത് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു, നല്ല വൃത്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചൈനീസ് ബിയറും വാങ്ങി കുടിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് വേണം ട്രെയിൻ കയറി ഞങ്ങൾ ലീഗ്രേവിലേക്ക് പോകാൻ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ കാണുന്ന ട്യൂബ് സ്റ്റേഷൻ ഇതെല്ലാം ഏകദേശം 70 to 60 ഫീറ്റ് താഴോട്ടുള്ളതാണ്. അതായത് ഈ കാണുന്ന ട്യൂബിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ കണ്ട കെട്ടിടങ്ങളും എല്ലാം. നമ്മൾ അവസാനം സ്റ്റേഷനടുത്തെത്തി. എല്ലാം ഒഴിഞ്ഞു, ആരുമില്ല. ഏകദേശം 12 മണിയോളമായി. ലണ്ടൻ ഉറങ്ങി. ഞങ്ങൾ അവസാനം ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ലാസ്റ്റ് ക്രിസ്മസ് ട്രീയും കണ്ടിട്ട് നമ്മൾ തിരിച്ച് ലീഗ്രേവിലേക്ക് യാത്ര പോവുകയാണ്. നല്ലൊരു ദിവസമായിരുന്നു. ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.